ഇടതുപക്ഷ സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഴിഞ്ഞം സന്ദർശനം വലിയ വിവാദമാകുന്നൊരു സാഹചര്യമുണ്ട്. ഔദ്യോഗിക യോഗത്തിൽ കുടുംബത്തെയും ഉൾപ്പെടുത്തിയെന്നാണ് വിമർശനം ഉയരുന്നത്. താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. അങ്ങയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? അല്ല, ഇതിനകത്ത് വേറൊന്നുമില്ല. ഇതിനകത്തുള്ളത് വളരെ ലളിതവും വ്യക്തവുമായിരിക്കുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ, കേരളം എന്നത് ഇയാളുടെ തറവാടാണെന്നോ മറ്റോ ഇയാൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. കേരളം ഇയാളുടെ തറവാടാണ്. ഇയാൾക്ക് ജന്മം നൽകിയിരിക്കുന്നയാൾ ഈ കേരളം മുഴുവൻ തന്നെ ഇയാൾക്ക് അങ്ങ് പതിച്ചു നൽകിയിരിക്കുന്നു, ഇയാൾക്കും കുടുംബത്തിനുമായി പതിച്ചു നൽകിയിരിക്കുന്നു എന്ന ഒരു ധാരണയിൽ നിന്നുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്ന സർവ്വ വൃത്തികേടുകളും ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചാലോചിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ കുറച്ചു മുൻപായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചല്ലോ. ഈ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ വിലാപയാത്ര പോലും റദ്ദ് ചെയ്യാൻ ഇയാൾ കാണിച്ചിരിക്കുന്ന ഒരു സൂക്ഷ്മതയുണ്ട്. അത് റദ്ദ് ചെയ്യാൻ ഇയാൾ കാണിച്ചിരിക്കുന്ന സൂക്ഷ്മതയുടെ അത് വ്യക്തമാക്കപ്പെട്ടപ്പോഴാന്ന് പറഞ്ഞാൽ, തലശ്ശേരിയിൽ കൊണ്ടുവന്നു, പിന്നീട് മട്ടന്നൂർ വിമാനത്താവളത്തിൽ കൊണ്ടുവന്നു, തലശ്ശേരിയിൽ കൊണ്ടുവച്ചു, അത് അങ്ങനെ കൊണ്ടുവച്ചു, വൈകുന്നേരം അത് പയ്യാമ്പലത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു. ഈ സംസ്കരിച്ചു കഴിഞ്ഞ് വിതിൻ നോ ടൈം ഒരു പ്രത്യേകമായിരിക്കുന്ന വിമാനത്തിൽ അയാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ കൊച്ചി പോകുന്നു, കൊച്ചിയിൽ നിന്ന് അയാൾ യൂറോപ്യൻ പര്യടനത്തിന് പോകുന്നു. ഇത്രമാത്രം ഉളുപ്പ് കെട്ടിരിക്കുന്ന ഒരാൾ ഈ കേരളത്തിലെ മൊത്തം പാർട്ടിക്കാരെയാണ് വാസ്തവത്തിൽ അയാൾ അപമാനിച്ചത്. മൊത്തം പാർട്ടിക്കാരെന്ന് മാത്രമല്ല, കേരളത്തിലെ പൗരാവലി ഒരു പാർട്ടിയെ നയിച്ചിരിക്കുന്ന ഒരാളുടെ മൃതദേഹത്തോട് കാണിക്കുന്ന അതിക്രൂരമായ ഒരു സംഭവമാണ്. അതിനകത്ത് ഇയാൾ കൂട്ടിയിട്ട് പോകുമ്പോൾ ആരെ കൂട്ടിയിട്ടാണ് പോയത്? ഇയാളുടെ ഭാര്യയുണ്ട്, ഇയാളുടെ മകളുണ്ട്, ഈ പറയുന്ന നിൽക്കുന്ന മകളുണ്ട്. ഈ അഴിമതി എന്ന് പറഞ്ഞാൽ ഇയാളെ വെല്ലുന്ന വിധത്തിൽ അഴിമതി നടത്താൻ പ്രാപ്തയാണ് ആ കുട്ടി എന്നാണ് ഇപ്പൊ പത്രത്തിൽ വന്നിരിക്കുന്ന മുഴുവൻ വാർത്തക്കാർ. അതോടൊപ്പം തന്നെ അവരുടെ മകനായിരിക്കുന്ന അവനും ഇവരെല്ലാവരും ഇറങ്ങി പോവാണ്. ഇത് ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ ഞാൻ അന്ന് തന്നെ ചർച്ചക്കാർ പറഞ്ഞേക്കുന്ന സംഭവം, എവിടെ പോകുമ്പോൾ ഇത് കൂട്ടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഇയാൾക്ക് ഉണ്ടായിരിക്കുന്ന മുഖ്യമന്ത്രി എന്നതിൽ നിർഭാഗ്യവശാൽ ഈ പറയുന്ന പെരും കള്ളന് ഈ കേരളത്തിലെ ജനവും അധികാര സ്ഥാപനങ്ങൾ നൽകുന്ന ഒരുപാട് പ്രിവിലേജസുകളുണ്ട്. ആ പ്രിവിലേജസുകൾ മുഴുവൻ തന്നെ ഈ കഴപ്പണം കെട്ടിരിക്കുന്ന അലമ്പ് കുടുംബത്തിന്റെ ആളുകൾക്കും ഇതിങ്ങനെ ദാനമായി കൊടുക്കാൻ ഇയാൾ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനേക്കാൾ സുപ്രധാനമായിരിക്കുന്ന മറ്റൊരു വിഷയം വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, ഈ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളിൽ മുഴുവൻ തന്നെ ഇയാൾക്ക് കയറി ചെല്ലാനും ഇയാളുടെ കുടുംബാംഗങ്ങൾ കയറി ചെല്ലാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിലുണ്ടായിരിക്കുന്ന ഒരു ക്രമീകരണം വൻകിട ഉദ്യോഗസ്ഥ ലോബിയുമായി ഇയാളുടെ അറിവും സമ്മതത്തോടും കൂടി അത് നിർമ്മിക്കുമ്പോൾ ഭാവി എന്ത് വരികയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ നടത്താവുന്ന വലിയ തോതിലുണ്ടായിരിക്കുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത വിധത്തിലായിരിക്കുന്ന വൻതോതിലുണ്ടായിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ കേന്ദ്ര ബിന്ദുവായിട്ട് ആര് മാറുകയാണ്? ഇയാളുടെ കുടുംബം മാറ്റപ്പെടുന്നു എന്നുള്ള വളരെ സംശയകരമായ ചുറ്റുപാടുണ്ട്. ഈ ചുറ്റുപാട് തൊട്ട് മുൻപായി വരുന്ന സാധനമാണ് 50,000 കോടി ഉറുപ്പികളുടെ അഴിമതി ആരോപണം ഇയാൾക്കെതിരെ ആദ്യമായി ഉന്നയിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് പി സുകുമാരൻ സാറാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത്. ആ തലശ്ശേരിയിൽ നിന്നുള്ള ഒരു അഡ്വക്കേറ്റ് ആണ്. അതിൽ ഏതാണ്ട് 6-7 മാസത്തിന് ശേഷം ഒരു മാനനഷ്ടത്തിന് ഒരു കേസ് കൊടുത്തു. ആ കേസ് എന്താണെന്ന് അറിയില്ല. ഇതിൽ പിന്നീടാണ് കൊച്ചി കടപ്പുറത്തിന് പുറത്ത് എന്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 25,000 കോടി ഉറുപ്പികയുടെ ലഹരി വസ്തുക്കൾ വരുന്നത്. നമ്മൾ അറിയേണ്ടതും ഈ വിഴിഞ്ഞം പോർട്ട് ഇയാളും ഇയാളുടെ കുടുംബവും ഈ പരിവാരങ്ങളോടൊപ്പം സന്ദർശിക്കുമ്പോൾ അതിനകത്ത് വരാത്ത വലിയ വൻകിട ഉദ്യോഗസ്ഥന്മാരുടെ ബ്യൂറോക്രാറ്റുകളുടെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ, ഭാവിയിൽ നിങ്ങൾക്ക് അവരുമായുള്ള ബന്ധം തുടരാനുള്ള സ്പേസ് ഇയാൾ നിർമ്മിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അവിടെ കേവലമായിരിക്കുന്ന സന്ദർശനത്തിന്റെ വിഷയം മാത്രമല്ല അത്, മറിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിനകത്തെ 3.25 കോടി മലയാളികളെ മുഴുവൻ ഇങ്ങനെ പരിഹാസ്യരും പുച്ഛമുള്ള ആളുകളുമാക്കിയിട്ട് എന്ത് തെമ്മാടിത്തവും ചെയ്യാനുള്ള അധികാരം ഇയാൾക്ക് ഭരണഘടനാപരമായി ലഭിക്കുന്നു എന്നതാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം. അവിടെ കേവലമായിരിക്കുന്ന ഇയാളും ഇയാളുടെ ഭാര്യയും ഇയാളുടെ മക്കളും അവിടെ പോയി സന്ദർശിച്ചു എന്ന ഒരു എന്താ പറയുക കേവലമായ ആരോപണത്തിന് അപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ മാനങ്ങളുടെ സന്ദർശനമായി ഈ സംഭവത്തെ കാണുകയും അവിടെ ഇത് ഗൗരവതരമായ അർത്ഥത്തിൽ മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങളുടെ ഒരു ചൂണ്ടുവലകയായി ഇത്തരം സന്ദർശനങ്ങൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായി തോന്നുന്നത്. വേണം. ഓക്കെ.